Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റൊരു എക്സാം അലേർട്ടും ആയിട്ടാണ്. നമ്മുടെ ജൂലൈ മാസത്തെ 2025 കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാസത്തിൽ ഏതൊക്കെ എക്സാംസ് ആണ് അപ്കമിങ് ആയിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ കൺഫർമേഷൻസ് ഏതൊക്കെ എക്സാമിനാണ് കൊടുക്കേണ്ടതെന്നും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ മറ്റൊരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്, കൺഫർമേഷൻ നോട്ടിഫിക്കേഷനുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അഗ്രികൾച്ചർ ഓഫീസർ, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന് അണ്ടറിൽ വരുന്ന എക്സാം ആണ് അഗ്രികൾച്ചർ ഓഫീസർ എക്സാം. ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഡേറ്റ് എന്നാണ്? ജൂലൈ മാസം 4-ാം തീയതിയാണ്, ഫ്രൈഡേ ആണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. കാറ്റഗറി നമ്പർ 506/2024 ആണ്. അഡ്മിഷൻ ടിക്കറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ജൂൺ മാസം 20-ാം തീയതിയാണ്. കൺഫർമേഷൻ പീരീഡ് ആണ് ഇപ്പോൾ ഏപ്രിൽ 22 മുതൽ മെയ് 11 വരെ. നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത എല്ലാവർക്കും തന്നെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് സീരിയസ് ആയിട്ട് പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ മറക്കാതെ തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് സിലബസ് വരുന്നത്? ഈ പറയുന്ന അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിന്റെ സിലബസ് വരുന്നത് മെയിൻ ആയിട്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ പാർട്ട് 1 നമുക്ക് പഠിക്കാനുള്ളത് ക്രോപ്പ് പ്രൊഡക്ഷൻ. അതിൽ തന്നെ നമുക്ക് 2 മൊഡ്യൂളുകളാണ് വരുന്നത്. അഗ്രോണമിയുടെ ഒരു മൊഡ്യൂള്, സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രിയുടെ ഒരു മൊഡ്യൂൾ, രണ്ടും 10 മാർക്കിന് വരുന്ന 2 മൊഡ്യൂൾസ്. ദെൻ പാർട്ട് 2 നമുക്ക് പഠിക്കാനുള്ളത് ക്രോപ്പ് പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. മൊഡ്യൂൾ 3, 4 നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. ക്രോപ്പ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പാർട്ട് 2 അതിൽ നമുക്ക് അഗ്രികൾച്ചർ എൻറ്റമോളജി 10 മാർക്കിന്, പ്ലാന്റ് പത്തോളജി 10 മാർക്കിന് പഠിക്കാനായിട്ടുണ്ട്. ഇനി പാർട്ട് 3 ക്രോപ്പ് ഇംപ്രൂവ്മെന്റിന്റെ ആ ഒരു പോർഷൻ ആണ്. അതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 2 മൊഡ്യൂളാണ്. അഗെയിൻ പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ് 10 മാർക്കിന്, മൊഡ്യൂൾ 6 സീഡ് ആൻഡ് സീഡ് ടെക്നോളജി 10 മാർക്കിന്. ദെൻ പാർട്ട് 4 നമുക്ക് മറ്റ് ചില ടോപ്പിക്സ്, ഹോർട്ടിക്കൾച്ചർ ടോപ്പിക്സ് വരുന്നുണ്ട്. മൊഡ്യൂൾ 7 10 മാർക്കിന്, മൊഡ്യൂൾ 8 ഒലേറിക്കൾച്ചർ വരുന്നുണ്ട് 10 മാർക്കിന് തന്നെയാണ് അതും വരുന്നത്. മൊഡ്യൂൾ 9 അഗ്രികൾച്ചർ എക്കണോമിക്സ് ആണ് 10 മാർക്കിന് വരുന്നതാണ്. മൊഡ്യൂൾ 10 അഗെയിൻ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ 10 മാർക്കിന്റെ മറ്റൊരു മൊഡ്യൂള്. ഇങ്ങനെ 10ഓളം മൊഡ്യൂൾസ് വരുന്ന ഒരു സിലബസ് ആണ് അഗ്രികൾച്ചർ ഓഫീസറിന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആവശ്യമായിട്ടുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ഈ ഒരു എക്സാം സിലബസ് ചോദിക്കാവുന്നതാണ്. ഒരു പ്രൊഫഷണൽ സിലബസ് ആണ് നമുക്ക് PSC തന്നിരിക്കുന്നത്. ഈ ഒരു അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആർക്കെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ സ്റ്റഡി പ്ലാൻ എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറയുന്ന ഷോർട്ട് ടൈം പീരീഡിനുള്ളിൽ നമുക്ക് എങ്ങനെ ഈ ഒരു വലിയ സിലബസ് പഠിച്ചു തീർക്കാം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വിത്ത് റിവിഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മറക്കാതെ സ്റ്റഡി പ്ലാൻ ആവശ്യമായിട്ടുള്ള താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ മറക്കാതെ നിങ്ങളുടെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സീരിയസ് ആയിട്ട് ഒരു എക്സാമിനെ കാണേണ്ട സമയം എടുത്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കുന്നവര് പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് ഈ ഒരു എക്സാമിന്റെ സിലബസ് നോക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. അഗ്രികൾച്ചർ ഓഫീസറിന്റെ കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. കാറ്റഗറി നമ്പർ 506/2024 ആണ്. അപ്പോ ഈ ഒരു കോഴ്സിൽ നമുക്ക് പലധികം പ്ലാൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പ്ലാൻ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്, നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു എക്സാമിന്റെ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്ത് ചോദിക്കാം. 9995264596 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് AO എന്ന് നിങ്ങൾക്ക് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സഹോദരങ്ങളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വീഡിയോയിൽ സെഷനിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്